മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു മോദകമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് പയറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകണ്ട, ഒന്ന് കളറ് മാറി ഒരു മണമൊക്കെ വരുന്നത് വരെ നമുക്കിതിനെ വറുത്തെടുക്കാമേ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബും ചെയ്തേക്കണേ. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവം ഇതാവുമ്പോഴത്തേക്ക് നമുക്കിതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനാവശ്യമായ സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. ഒരു ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്, ഏലക്ക പൊടിച്ചതെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ശർക്കര പാനി കാച്ചി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച ഏലക്കായ ഇട്ട് കൊടുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഞവടിയെടുക്കാം. ഇതിനെ മോദകമെന്നും സുഗിയനെന്നും ഒക്കെ പറയുവേ. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ബോളുകളാക്കി ആ ഒരു പരുവത്തിന് ഉരുട്ടി വയ്ക്കാം. ഒരു പരുവത്തിന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മൈദാമാവ്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒരു നുള്ളുപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് ലൂസാവരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് ഇത് കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന പയറിൻ്റെ മിശ്രിതം ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ മാവിലൊന്ന് മുക്കിയെടുത്ത് ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോള് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തീ നല്ല ഫ്ലെയിമിൽ വയ്ക്കുക. ഈ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് താത്ത് വയ്ക്കണേ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത്രയും മൂത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കി കുഴച്ച് വെച്ചിരിക്കുന്നതും കൂടി നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. ഇത് വൈകുന്നേരം ചായയിൽ കൂടെയൊക്കെ കഴിക്കാനും പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റാണേ. മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണാം. താങ്ക് യു.